എട്ടാമത്തെ എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്നത് സൗദാമിനി ഇങ്ങനെ അനിരുദ്ധിനോട് പറയാണ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തത്. ലണ്ടനിൽ നിന്ന് വന്നപ്പോൾ എന്നോട് എന്താ പറഞ്ഞത്, നീ ഈ സമൂഹമൊക്കെ നന്നാക്കാൻ പോവാണ്, ഇവിടെ സ്ത്രീകൾക്ക് വലിയ സ്ഥാനം കൊണ്ടുവരാൻ പോവാണ്, അതിന് ഞാൻ നിൻ്റെ കൂടെ വേണമെന്നല്ലേ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിൻ്റെ കൂടെ നിന്നെ സഹായിച്ചിട്ട് ഓരോന്ന് ചെയ്തിട്ട് നിൻ്റെ കൂടെ നടക്കുകയാണ് ചെയ്യുന്നത്. നിനക്ക് വേണ്ടത് ഈ നാട് നന്നാവണം എന്നാണെങ്കിൽ എനിക്ക് വേണ്ടത് നിന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ പിന്നാലെ നടക്കണമെന്ന് അവളിങ്ങനെ പറഞ്ഞിട്ട് അനിരുദ്ധിനോട് ഇങ്ങനെ നല്ല ദേഷ്യപ്പെടുന്നുണ്ട്. അനിരുദ്ധ് ഇത് കേട്ടിട്ട് സങ്കടപ്പെട്ടിട്ട് നിൽക്കുകയാണ്. സൗദാമിനി പറയാണ്, ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രയും ദുഃഖം വെച്ചിട്ടാണ് നടക്കുന്നത്, പുറമേ സന്തോഷം കാണിക്കുന്നത് നോക്കണ്ട, എൻ്റെ ഉള്ളിൽ നല്ല സങ്കടമാണെന്നൊക്കെ ഇങ്ങനെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ഒരു ടവലെടുത്തിട്ട് അവളുടെ കണ്ണീരിങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. ഞാൻ പറയാണ്, നീ എപ്പോഴൊക്കെ കരഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ നിൻ്റെ കണ്ണുനീര് തുടയ്ക്കുമ്പോൾ നീ ഒരിക്കലും എൻ്റെ ഈ കർച്ചീഫ് നീ തിരിച്ചു തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ്, ഇത് എൻ്റെ കണ്ണീരാണ്. അങ്ങനെയൊക്കെ കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഡയലോഗ് കേട്ടാൽ ചിരിയാനിട്ട് വരിക. എന്നിട്ട് അനിരുദ്ധ ആ കർച്ചീഫ് അവളോട് തിരിച്ചു ചോദിക്കുമ്പോൾ അവൾ അത് കൊടുക്കുന്നില്ല. അപ്പം അത് അവർ രണ്ടാളും കൂടിയിട്ട് പിടിവലി കൂടുക. അനിരുദ്ധ അവളെ പിടിച്ചു വലിച്ചിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ കർച്ചീഫ് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ബോന്തിത്ത അവിടേക്ക് വരുന്നത്. അപ്പോൾ അവൾ ഇത് കണ്ടിട്ട് ബോന്തിത്ത ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ബോന്തിത്തക്ക് ഓർമ്മ വന്നത് അന്ന് സൗരഭ സമ്പൂർണ്ണയുടെ കൈ പിടിച്ചിട്ട് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ. അപ്പോൾ അതാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. എന്നിട്ട് അവൾ അവരോട് ചോദിക്കുകയാണ്, ഇത് നല്ല സ്പർശനാണോ അതോ ചീത്ത സ്പർശനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ അന്ന് ഇവൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ, എന്താണ് ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്നൊക്കെ ബോന്തിത്തക്ക് തന്നെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൾ ഈ ചോദ്യം ഇവിടെ ചോദിക്കുന്നത്. അവരൊന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ബോന്തി തന്നെ പറയാണ്, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾ നല്ല ടച്ചാവും എന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവരും ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് പൂജാമുറിയാണ്. അപ്പോൾ അവിടേക്ക് ബോന്തിത്ത ഒരു പാത്രത്തിൽ ആ പ്രസാദമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് അവിടെ അത് കൊടുന്ന് വെക്കുകയാണ്. അപ്പോൾ അത് കൊടുന്ന് വെച്ചപ്പോഴും ത്രിലോചൻ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അവൾ ആലോചിച്ചിട്ട് ഇങ്ങനെ പറയാണ്, അയ്യോ ഞാൻ മറന്നുപോയി, എന്നോട് ക്ഷമിക്കേ, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇതിലെ പ്രസാദത്തിൽ തുളസി വെക്കണം എന്നാലേ ഇത് പൂർണ്ണമാവുള്ള പ്രസാദം എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു തുളസി എടുത്തിട്ട് ആ പ്രസാദത്തിൽ വെക്കുന്നുണ്ട്. ത്രിലോചന അവളോട് പറയാണ്, നിൻ്റെ കൈ നീട്ടാൻ പറയാണ്. അപ്പോൾ അവൾ പേടിച്ചിട്ട് കൈ നീട്ടുന്നുണ്ട്. അപ്പോൾ ബട്ടുക്ക് പറയാണ്, അവളെ അടിക്കാൻ വേണ്ടിയിട്ടാവും കൈ നീട്ടാൻ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൗദാമിനൊക്കെ ഇത് കണ്ടിട്ട് ചോദിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൾ കൈ നീട്ടുമ്പോൾ ത്രിലോചൻ പറയാണ്, ഇത് നീയല്ല ഉണ്ടാക്കിയത്, നീയാണ് ഉണ്ടാക്കി വെച്ചെങ്കിൽ നിൻ്റെ കൈ പൊള്ളിയിട്ടുണ്ടാവും, കൈ ചോന്നിട്ടുണ്ടാവും, ഇതിപ്പോൾ ഒന്നുമില്ല, നീയല്ല ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അവൾ നല്ല ചീത്ത പറയുന്നുണ്ട്. എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, നിന്നെക്കൊണ്ട് ഒരു ഉപകാരം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് അവളെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ അവൾ ഒന്നും ഉണ്ടാണ്ട് നിൽക്കുകയാണ്. സൗദാമിനിക്ക് ഇതൊക്കെ കണ്ടിട്ട് സന്തോഷമാണ് വരുന്നത്. എന്നിട്ട് അവൾ പറയാണ്, സൗദാമിനി ബോന്തിത്തനെ സപ്പോർട്ട് ചെയ്യണ പോലെ പറയാണ്, ഇവളെ എനിക്ക് അതിൽ അണ്ടിപ്പരിപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചു, ഏലക്കായൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവൾ എന്നെ സഹായിച്ചു എന്ന് പറയുമ്പോൾ നീ ഒന്നും ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ത്രിലോചൻ അവളോടും ദേഷ്യപ്പെടുകയാണ്. ത്രിലോചൻ ബോന്തിയോട് പറയാണ്, നീ ഇന്നാലെ ഇവിടെയൊക്കെ അലങ്കരിക്ക്, പൂജയുടെ അവിടെ മറ്റേ നമ്മളെന്താ പറയുക കോലം വരയ്ക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ അലങ്കരിക്കാനാണ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അവൾക്ക് അതും അറിയുന്നുണ്ടാവില്ല. സൗദാമിനി ഇത് അവളോടാണ് പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അവൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ പറയാണ്, നീ അവിടെ നിൽക്ക്, ഞാൻ ഇവിടുത്തെ മരുമകളോടെ പറഞ്ഞ് ഈ റോയ് ചൗധരി ഫാമിലിത്തെ മരുമകളോടെ പറഞ്ഞ് നിന്നോടല്ല എന്ന് പറയുമ്പോൾ അവൾ ആകെ ചമ്മിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിതാണെങ്കിൽ പേടിച്ചിട്ട് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് അവൾക്ക് പറ്റണ പോലെയൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ത്രിലോചന ആകെ സങ്കടം വരികയാണ്. കാരണം ഇത്ര കാലം അവരുടെ വീട്ടിലൊരു പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ, ഇതിൻ്റെ അമ്മയെ മരിച്ചേ പിന്നെ ആരും ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് കണ്ടിട്ട് ത്രിലോചന ഇങ്ങനെ നല്ല സങ്കടം വന്നിട്ട് കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് സൗദാമിനി ചോദിക്കുകയാണ്, എന്താ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അനിരുദ്ധ് ഇത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അനിരുദ്ധ് ത്രിലോചൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് പറയാണ്, എന്ത് പറ്റി കാക്ക, എന്തിനാ കരയണമെന്ന് ചോദിക്കും. ത്രിലോചൻ അവനോട് പറയാണ്, നീ ഇവിടേക്ക് കൊടുന്നേക്കുന്നത് ഒരു ഗൃഹലക്ഷ്മീനെയാണ്, ഒരു വെളിച്ചാണ് അങ്ങോട്ട് കൊടുന്നേക്കുന്നത്, ഇപ്പോഴാണ് നമ്മളുടെ വീട്ടിൽ ഒരു പൂർണ്ണമായത്, ഇത്ര കാലം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഒരു സ്ത്രീ പോലും ഇവിടെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നിൻ്റെ അമ്മയ്ക്ക് ശേഷം, ഇപ്പോൾ എനിക്ക് മനസ്സെന്താ സമ്പൂർണ്ണമായി, അപ്പോൾ അതുകൊണ്ട് ആണ് എനിക്ക് കണ്ണീര് വന്നത് കണ്ണിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നുണ്ട്. ത്രിലോചൻ അല്ല സന്തോഷ കണ്ണീര് എന്നൊക്കെ പറയില്ലേ അങ്ങനെ. അപ്പോൾ എന്നിട്ട് ത്രിലോചൻ ബട്ടൂക്കിനെ സൗന്ദര്യനൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവരിനൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിതൊക്കെ ആണെങ്കിൽ ഇത് കേട്ടിട്ട് സന്തോഷം കൊണ്ട് നിൽക്കുകയാണ്. കാരണം ഒരു പ്രകാശത്തിനെ നമ്മൾ വീട്ടിലേക്ക് കൊടുന്നേക്കണമെന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളായാലും ഒരു സന്തോഷമൊക്കെ വരില്ല. അപ്പോൾ അതേപോലെ അവളും നല്ല സന്തോഷിക്കുകയാണ്. അവളെ കുറിച്ച് ത്രിലോചൻ ഇങ്ങനെ പൊക്കി പറഞ്ഞല്ലോ അതുകൊണ്ട്. അപ്പോൾ ത്രിലോചന അനിരുദ്ധിനോട് പറയാണ്, ഇനി നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് ദേവിയുടെ മുമ്പിൽ ഒരു വിളക്ക് കത്തിക്കാൻ വേണ്ടി പറയാണ്. പക്ഷെ അനിരുദ്ധിനാണെങ്കിൽ ഇത് തീരെ ഇഷ്ടമാവുന്നില്ല. അവന് സൗദാമിനിയുടെ മുഖത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. കാരണം സൗദാമിനിനല്ലേ അവന് ഇഷ്ടം.
ബോന്തിത്തേനെ ഒരു ഭാര്യയായിട്ടൊന്നും അവൻ കണ്ടിട്ടില്ലല്ലോ ഈ ചടങ്ങുകളൊന്നും ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അവനക്ക് ഇഷ്ടമൊന്നുമല്ല. ഇത് കേട്ടിട്ട് സൗദാമിനിക്ക് ഇഷ്ടാവുന്നില്ല. അനിരുദ്ധാണെങ്കിൽ സൗദാമിനിയുടെ മുഖത്ത് തന്നെ നോക്കിയിട്ട് നിൽക്കുകയാണ്. ഇത് ചെയ്യില്ല എന്ന് അവൻ ത്രിലോചനോട് പറയാണ്. ത്രിലോചൻ പറയാണ് ഇത് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല, നീ ഇത് ചെയ്തേ പറ്റൂ, ബോന്തിത്ത നിൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറയും. അപ്പോൾ അവന് സൗദാമിനിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സൗദാമിനി ഇങ്ങനെ വെച്ചിട്ട് അവനോട് ഇങ്ങനെ കത്തിച്ചെന്നുള്ള രീതിയിൽ അവന് അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ അനിരുദ്ധ് ബോന്തിതയുടെ ഒപ്പം വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടാളും കൂടിയിട്ട് ആ വിളക്ക് ഇങ്ങനെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ പറയാണ് ഈ വിളക്ക് ഒപ്പം ഇരിക്കണ പോലെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ രണ്ടാളും ഒപ്പം ഉണ്ടാവും, ഒപ്പം നിങ്ങൾ ജീവിക്കുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതൊന്നും സൗദാമിനിക്കും സോമനാഥിനൊന്നും തീരെ ഇഷ്ടാവുന്നില്ല. അപ്പം അങ്ങനെ കാറ്റ് വന്നിട്ട് ആ വിളക്ക് ഇങ്ങനെ അണയാൻ നിൽക്കുമ്പോൾ ബോന്തിത പിടിച്ചിട്ട് അണയാതെ നോക്കുന്നുണ്ട്. പിന്നെ സൗരഭിൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ സൗരഭിൻ്റെ അമ്മ ഇങ്ങനെ നിന്നിട്ട് സമ്പൂർണ്ണയുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ എടുത്തു നോക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് നമ്മുടെ അദുഷ്ടത്തെയായ രണ്ടാനമ്മയില്ലേ സൗരഭിൻ്റെ ആള് പറയുന്നുള്ള രീതിയിൽ ആ പാവ അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ആ സമ്പൂർണ്ണനെ വിളിച്ചിട്ട് ചീത്ത പറയാണ്, ഇത് എന്ത് ഡ്രസ്സാണ് നീ കൊടുന്നേക്കുന്നത്, ഇതൊക്കെ ഒന്നിനും കൊള്ളില്ലല്ലോ, ഇതൊക്കെ വില കുറവിൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയാണ്. അത് മറ്റേ അമ്മ പറഞ്ഞിട്ടാണ്, അത് ദുഷ്ടത്തി പറഞ്ഞിട്ടാണ് ഈ പാവ അമ്മ ഇത് ചെയ്യുന്നത്. എന്നിട്ട് അവളെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് അമ്മ. എന്നിട്ട് അമ്മ പറയാണ് നിനക്ക് ഗതിയില്ലല്ലോ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആ ആടുകൾ എവിടെ, ആ ഷെഡിൽ അതിനൊന്നും കാണാനില്ലല്ലോ, നീ കൊണ്ടുവന്നില്ലേ പറഞ്ഞിട്ട് നല്ല ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ കരഞ്ഞിട്ട് പറയാണ് അത് എൻ്റെ അമ്മ 1 മാസത്തിന് ഉള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് കരയുന്നുണ്ട്. അപ്പോഴാണ് ആ ദുഷ്ടത്തി ഇങ്ങനെ കയറി വരുന്നത്. എന്നിട്ട് പറയാണ് മോള് കരയേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സമാധാനിപ്പിക്കലൊക്കെ ഉണ്ട്. ആള് നല്ല പുള്ളിയാവാണ് ചെയ്യുന്നത് സമ്പൂർണ്ണയുടെ മുമ്പിൽ. എന്നിട്ട് ഈ പാവമ്മേനെ വെടക്കാക്കുക. ദുഷ്ടത്തി സമ്പൂർണ്ണോട് പറയാണ് മോള് പൊക്കോ, ഇതാ ഞാൻ നോക്കിക്കോളാം, മോള് പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് പോകാൻ വേണ്ടി പറയാണ്. എന്നിട്ട് അവൾ തിരിഞ്ഞ് നിൽക്കുമ്പോഴേക്കും അവിടെയുള്ള ആ ഡ്രസ്സിൻ്റെ പെട്ടി അവളുടെ കാലുമൊക്കെ ഈ ദുഷ്ടത്തി മറിച്ചിടുകയാണ്. എന്നിട്ടും ആ കുറ്റം ഈ പാവ അമ്മയുടെ മേൽ ആ സ്ത്രീ ഇടുന്നത്. എന്നിട്ട് സമ്പൂർണ്ണ അവിടെ ഇരുന്ന് കരയുമ്പോൾ ഈ സൗരഭിൻ്റെ പാവ അമ്മ ഇരുന്ന് അവളോട് ഇങ്ങനെ ഉള്ളിൽ ക്ഷമ പറയാണ്, മോളെ എന്നോട് ക്ഷമിക്ക്, എന്നെ നിവൃത്തികൊണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അമ്മ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ സൗദാമിനിയാണ് കാണിക്കുന്നത്. അപ്പോൾ അവളാകെ ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ത്രിലോചനും ബോന്തിതേനൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൊക്കി പറഞ്ഞില്ലേ, ഈ വീട്ടിലേക്ക് പ്രകാശാണ് കൊണ്ടുവന്നത് എന്നൊക്കെ അവളെ കുറിച്ച് പറഞ്ഞില്ലേ. പിന്നെ ഇവളെ എല്ലാവരും മുമ്പിൽ വെച്ച് അപമാനിച്ചില്ലേ, ഞാൻ എൻ്റെ മരുമോളിനെയാണ് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് നന്നായി അപമാനിച്ചില്ലേ ഇവളെ. അപ്പോൾ അതൊന്നും അവൾക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ഒരു തിരിയൊക്കെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ല അടാറ് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡാൻസ് എന്ന് വെച്ചാൽ എന്താ ശരിക്കും അവർ സീരിയസ് ആയിട്ട് ചെയ്തതാണെങ്കിലും നമുക്കിത് കോമഡി ആയിട്ടാണ് തോന്നുക. മാതിരി ഡാൻസാണ്. മറ്റേ വിഗ്രഹത്തിന് മുമ്പിലൊക്കെ വെച്ചിട്ട് നല്ല ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡാൻസ് എന്താ പറ്റും തള്ള പോലും സഹിക്കില്ല, അമ്മാതിരി ഡാൻസാണ്. അപ്പോൾ ഈ ഡാൻസോട് കൂടിയാണ് 28ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ് കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.